Look here. I have all sorts of lethal weapons. നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മിഷൻ ഗൺ വരെ. ഈ തോക്ക് ഉപയോഗിക്കാനും വെടിവെക്കാനൊക്കെ പഠിക്കുന്നത് എങ്ങനെയാണ്? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ബുള്ളറ്റ്. കോടിയേരി ബാലകൃഷ്ണനുണ്ട്. കോടി ബാലകൃഷ്ണൻ ഒരു 3-4 ജോഡി ഒന്നും കൊണ്ടില്ല, വലിയ ഒന്നും കൊണ്ടില്ല. ഇത് എത്ര വർഷം ഉണ്ടാവും കയ്യിൽ? ഇതും 10-40 വർഷമായിട്ട്. ഇവിടെ വന്നപ്പോ ഏറ്റവും സൗഹൃദം അപ്പൂപ്പനും കൊച്ചുമോളും തമ്മിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണല്ലേ? ഇത് 12 ബോറാണ്. ഇത് ഏറ്റവും ആനമണി കൂടി എത്ര രാഷ്ട്രീയക്കാർ തോക്കുന്നത് അവർക്ക് മിണ്ടാൻ കിടക്കില്ല. എനിക്കറിയാം എത്ര പേർക്കുണ്ട്. സുധാകരൻ നോക്കില്ല എപ്പോഴും കയ്യിൽ. വീട്ടിൽ കയറാനൊക്കെ ആൾക്കാർ കള്ളന്മാർക്കൊക്കെ പേടിയായിരിക്കുമല്ലോ, ഇത്രയും വാളും തോക്കും. ജീവിക്കണം ആഗ്രഹം നമ്മുടെ പരിക്കാത്തോട് കയറുന്ന തോന്നില്ല. കേരള രാഷ്ട്രീയത്തിലെ അറിയപ്പെടുന്ന മുഖം PC ജോർജിന്റെ വീട്ടിലാണുള്ളത്. ക്രിസ്മസ് ആണ്, ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് വീട്ടില്. അദ്ദേഹത്തിന് വ്യത്യസ്തമായ ചില കളക്ഷൻസ് ഉണ്ട്. രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി അദ്ദേഹത്തിന് സ്വന്തമായി കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ആ കളക്ഷൻസ് വളരെ വ്യത്യസ്തമാണ്. അതാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു കൊച്ചു വിശേഷം അദ്ദേഹം നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ഇത് നമ്മുടെ 12 ബോറായത് ഗണ്ണ്. ഇത് 12 ബോറാണ്. ഇത് ഏറ്റവും ആനമണി കൂടി പേടിക്കണ്ട. വേട്ടയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന കായത് വളരെ നല്ല വളരെ PC ചാക്കോ ഔദ്യോഗിക തന്നെ മേടിച്ചത്. അല്ല പിന്നെ അത് കുഴപ്പമില്ലേ? കുറെ കടാരയൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം അത് പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ കടാരകൾ. പഞ്ചാബ്. പിന്നെ തൂമ്പാക്കെ അറിയാമല്ലോ, PWD. ഇതൊക്കെ ഓരോരുത്തർ ചെല്ലുമ്പോൾ കിട്ടുന്ന മനെ അത് എടുത്ത് ഇവിടെ കൊണ്ട് വെക്കുന്നേ. ഇതെല്ലാം അത് കൂട്ടാ. പിന്നെ ഇതെല്ലാം വാളാണ്. ഇതെല്ലാം കുഴപ്പക്കാരാ. എല്ലാം അത് ഒറിജിനൽ വാളാണ് കേട്ടോ, അല്ലാതെ പിടിച്ചു മോനെ. ഇത് ഉറഞ്ഞു പോയി. ഇത് വാളാണ്. ഇത് അതുകൊണ്ട് വാളാ. ഇതും വാളല്ലേ? ഒറിജിനൽ ആണ് ഇതൊക്കെ. ഇതൊക്കെ അതിപ്പോ കടാരകളൊക്കെ പഞ്ചാബിൽ നിന്നാണ്. അപ്പൊ ഇതും പഞ്ചാബാ. ഇതെല്ലാം വാളാ അതുകൊണ്ട് മോനെ. പിന്നെ ഈ ഇരിക്കുന്നത് തന്നെ എന്നറിയാമോ? ഇത് ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞതാ. അത് വലിയ പ്രധാനപ്പെട്ട സാധനമാണ്. ഈ വാളുകളുടെ ഒക്കെ ഒരു കളക്ഷൻ ഇങ്ങനെ വരുന്നത്, ഇത് സമ്മാനിക്കുന്നതാണോ അല്ലെങ്കിൽ വാങ്ങിച്ച് സൂക്ഷിക്കുന്നതാണോ? ഇതൊക്കെ ഓരോ ചിലപ്പോൾ ഓരോ സമ്മാനിക്കുന്നതാണ്, വില കൊടുത്ത് മേടിക്കുന്നതല്ല. ഇതുപോലെ കുറെ ഇങ്ങനെ ഇത്രയും എങ്ങനെയാണ് കിട്ടിയത് ശരിക്കും? ഈ ഒരു ക്രേസ് ഉണ്ട് എങ്ങനെ ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലായത് ശരിക്കും? അതുകൊണ്ടായിരിക്കും തന്നതായിരിക്കാം. എത്ര എണ്ണം ഉണ്ടാവും ഇതുപോലെ ഗിഫ്റ്റ് കിട്ടിയ വാളുകൾ ഒക്കെ? എല്ലാം ഇത് അങ്ങനെ എല്ലാം ഗിഫ്റ്റാ. ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാം മാറ്റി വെച്ചിരിക്കുന്നതാണ്. അത് അവന്റെ ഫോട്ടോ വെക്കാൻ വേണ്ടി ഇതൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുന്ന ഗിഫ്റ്റ് അല്ലാതെ കിണ്ടി ഇവിടെ എത്തതാട്ടോ. ബാക്കിയെല്ലാം ഗിഫ്റ്റ് കിട്ടുന്നത് എല്ലാം ഇതെല്ലാം കംപ്ലീറ്റ് ഗാന്ധി പ്രതിമ. അത് അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും ഇതെല്ലാം അങ്ങനെ കിട്ടുന്നത്. എല്ലാം പടം ഉണ്ടല്ലോ. മാതാവ് മാത്രം കുഷ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നു. ശരിക്കും മനസ്സറിഞ്ഞ് ഗിഫ്റ്റുകൾ തരുന്ന അതെ. അല്ല മനെ ഒരു മീറ്റിംഗ് ചെല്ലുന്നു, അവർ ഒരു മൊമെന്റോ തരും. അങ്ങനെ വന്ന മൊമെന്റോസ് ഇത് അതൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിലെല്ലാം. വീട്ടിൽ കയറാനൊക്കെ ആൾക്കാർ കള്ളന്മാർക്കൊക്കെ പേടിയായിരിക്കുമല്ലോ, ഇത്രയും വാളും തോക്കും. അതെ, അല്ലെങ്കിൽ ഇതിനകത്ത് കയറാൻ പേടിക്കുമല്ലോ, അത് സ്വാഭാവികമല്ലേ. പേടിക്കുക നല്ലത്, കയറാതിരിക്കുന്ന നല്ലത്. പിന്നെ ജീവിക്കണം ആഗ്രഹം നമ്മുടെ പരിക്കാത്തോട് കയറുന്ന എനിക്ക് തോന്നലില്ല. എപ്പെങ്കിലും ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടോ ഇതിൽ? ഒരിക്കലും ആവശ്യം വരുന്നില്ല. പിന്നെ എല്ലാം ഉണ്ട്. പിസ്റ്റളുണ്ട്,
ഈ ഒരിക്കൽ പോലീസിന്റെ ഒരു പരിപാടിയില് പഠിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ എങ്ങനെയാണ് ഗണ്ണ് യൂസ് ചെയ്യേണ്ടത്. ഞാനല്ലേ പഠിപ്പിച്ചു. ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പം കറക്റ്റ് പറയാൻ എനിക്ക് അറിയത്തില്ല മനെ എത്ര കൊണ്ട്. ഈ തോക്ക് പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ അല്ലായിരുന്നു കുറച്ച് മുന്നേ വൈറലായത്? അതെ അതെ. ഇതെപ്പോഴും കയ്യിലുണ്ടാവും. ഇപ്പം വണ്ടിക്കകത്ത് കാരണം നിർത്തുന്നു. ഇത് പേര് ചെക്കോസ്ലോവാക്യൻ പിസ്റ്റള. ചെക്കോസ്ലോവാക്യ. ഇത് എത്ര വർഷമായിട്ടുണ്ടാവും കയ്യിൽ? ഇതും ഒരു 10-40 വർഷമായിട്ടുണ്ട്. ശരി, തോക്ക് ഉപയോഗിക്കാനും വെടിവെക്കാനൊക്കെ പഠിക്കുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ റൈഫിൾ ഉപയോഗിച്ച് വെടിവെക്കുമായിരുന്നു. ഞാൻ ഈ NCCയുടെ ക്യാമ്പിന് ഒക്കെ പങ്കെടുക്കുമായിരുന്നു. ക്യാമ്പിൽ 2 തവണ പങ്കെടുത്തിട്ടുണ്ട്. NCC കോർപ്പറലായിരുന്നു. പിന്നെ തന്നെ വെടിവെച്ച് പിടിച്ചു. ഇവിടെ വെടിവെക്കുമല്ലോ രസമൊക്കെ. പിന്നെ ഞാൻ ഈ വിജയവാഡയിൽ ചെന്നു, ഈ IS അക്കാഡമിയിൽ. അപ്പം അവിടെ എല്ലാവരും ഇങ്ങനെ വെടിവെക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പഠിക്കുക. അപ്പം ഞാൻ വേണ്ട ഓക്കൻ തൊട്ട് അവിടെ നിൽക്കുക. അത് കഴിഞ്ഞപ്പം റൈഫിളാ. ഞാനൊന്ന് എല്ലാവരും പഠിച്ചു ഒന്ന് കൊള്ളുന്നത്. കൊടിയേരി ബാലകൃഷ്ണനുണ്ട്. കൊടിയേരി ബാലകൃഷ്ണൻ ഒരു 3-4 വെടിയിൽ ഒന്നും കൊണ്ടില്ല, വലിയ ഒന്നും കൊണ്ടില്ല. അപ്പം ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അവർ ഒന്ന് പറഞ്ഞ് അത് പൊട്ടിച്ചു. പിന്നെ അവരെല്ലാം പട്ടാളക്കാരെല്ലാം നോക്കി, അടുത്ത് അതും പൊട്ടിച്ചു. 3 പൊട്ടിച്ചു. അപ്പോൾ അവർ ചോദിച്ചു എവിടുന്ന്? ഞാൻ പറഞ്ഞ NCC ഉണ്ടായി കോർപ്പറലായിരുന്നു ഞാൻ പറഞ്ഞു. വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇവിടെ. അതെ അതെ അതെ. ഇത് ഇതിൽ എത്ര ബുള്ളറ്റ്? 7 കൊള്ളും. 7 ബുള്ളറ്റ് കൊള്ളും അല്ലേ? 6 ഇതിനകത്ത് കൊള്ളും. ഒരെണ്ണം അഡീഷണൽ പിടിച്ചാൽ മതി. വേണ്ട. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ബുള്ളറ്റ് ആ വണ്ടിക്കകത്ത് കിടപ്പുണ്ട്, ഇനിയും കിടപ്പുണ്ട്. 3 അതിനകത്ത് കിടപ്പുണ്ട്, ആവശ്യമുണ്ട് ഉപയോഗിക്കാൻ. ഇതുപോലെ തോക്കില് കമ്പുള്ള അല്ലെങ്കിൽ തോക്ക് ഇതുപോലെ തോക്കിനെ കുറിച്ച് സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കള് കൂട്ടുകാരായിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ ആരെങ്കിലും ആയിട്ട് യാദൃശ്ചികമായിട്ട്? എത്ര രാഷ്ട്രീയക്കാരെ തോക്കുണ്ട്, അവർക്ക് മിണ്ടാ കിടക്കല്. എനിക്കറിയാം എത്ര പേർക്കുണ്ട്. സുധാകരൻ തോക്കില്ല, എപ്പോഴും കയ്യിലിട്ടുണ്ടോ. ആരും പറയല, ഞാനൊക്കെ പറയുന്നു. ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കളക്ഷൻസിനെ കുറിച്ചൊക്കെ? ഒന്നും സംസാരിക്കാം, ഞാൻ മിണ്ടാറിയില്ല. ഇന്ന് നിങ്ങൾ പത്രക്കാർ പെൺകൊച്ചുങ്ങളൊന്നും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് പറയാറില്ല മനെ. ഇപ്പൊ ഈ വീടിപ്പോ എത്ര വർഷമായിട്ടുണ്ടാവും? ഇത് മളെ ഞാൻ എന്റെ തറവാടാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വീടിനെ പറ്റി പറയാൻ എനിക്ക് ഒന്നും അറിയത്തില്ല. അപ്പം പണിത ഞാൻ എൻ്റെ തറവാട്ടിൽ നിന്ന് മാറാൻ മടി, അവിടെ താമസിക്കാൻ എനിക്ക് സുഖം, എന്നെ ഒന്നും അറിയണ്ടല്ലോ. അപ്പോൾ 96 അപ്പം പറഞ്ഞു നീ ആ താഴെ താമസിച്ചോളാൻ പോകും. ഞാൻ അപ്പം വേണോ ആവാതെ വേണം, നീ പൊക്കോ. അങ്ങനെ അപ്പം പറഞ്ഞു വിട്ടു ഇവിടെ വന്ന് ഞാൻ താമസിക്കും. അപ്പോൾ 96 വന്നേ ഇവിടെ. അപ്പോൾ 28 കൊല്ലമായി ഇവിടെ വന്നിട്ട്. ബെഡ്റൂം മുകളിൽ 2, ഇവിടെ അതും ബെഡ്റൂം ഇതും ബെഡ്റൂം, പിന്നെ അത് ഒരു പിള്ളേർക്ക് പഠിക്കാനൊരു മുറി, ഇതും പിന്നെ അടുക്കള, പിന്നെ വേറെ പുറത്ത് അടുക്കളയാണ്. ഈ തോക്കും ഈ വാളിന്റെ കളക്ഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും കളക്ഷൻസ് ഉണ്ടോ? ഒന്നുമില്ല. ഇതൊന്ന് ഗിഫ്റ്റ് കിട്ടി കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും വാങ്ങിച്ചു വെച്ചതുണ്ടോ ഇതില്? ഇല്ലല്ലോ, ഇല്ല. അതിന്റെ ആവശ്യം വന്നില്ല മനെ. നമ്മളെന്ത് ഇതൊക്കെ മാണിക്കേണ്ട കാര്യം എന്നാ ഇതില്ല മനെ. ആറന്മുള കണ്ണാടി ഇതൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടിയതാ മനെ. ആറന്മുള കണ്ണാടി എവിടെയോ മീറ്റിംഗ് നിന്നപ്പം അവിടെ നിന്ന് തന്നതാണ്. ഭയങ്കര വിലയുള്ളതാണ്. 4 എണ്ണം ഉണ്ടായിരുന്നു. ഇത് ഇരിക്കുന്നു. കിട്ടിയ സമ്മാനങ്ങളൊക്കെ പ്രിയപ്പെട്ടതായിരിക്കും. എന്നാലും ഈ കിട്ടിയതില് ഭയങ്കരമായിട്ട് എപ്പോഴും നോക്കി ഒരു സന്തോഷം തരുന്ന ഒന്ന് ഏതായിരിക്കും? എല്ലാം സന്തോഷം, അങ്ങനെ സത്യം പറയാം. എല്ലാം സന്തോഷം, നമുക്കതിന് തർക്കമില്ല. ഒത്തിരി വിലയുള്ളവരെ ആ ഗാന്ധിജിയുടെ എന്നാലോചിച്ച് എന്തൊരു ഐശ്വര്യമുള്ള. കിട്ടിയപ്പോ അത്ഭുതപ്പെട്ടു പോയ ഗിഫ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇത് കയ്യിൽ കിട്ടിയപ്പോ ഇതെന്തിനാ എനിക്ക് എനിക്ക് തന്നായിരിക്കും? അത് ആറന്മുള കണ്ണാടി കിട്ടിയപ്പോൾ ഇത്രയും വിലപ്പില്ല കണ്ണാടിയുള്ളത് അതിന് പാവങ്ങളൊന്നും എനിക്ക് മനസ്സിൽ തോന്നി. പക്ഷെ അവരുടെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. പിന്നെ ഏതാ ഞാൻ ഒരു ചിരിച്ച്
നമ്മുടെ എവിടെ സംഭവിച്ചു വരുമ്പം അത് ഏതാ ഞാൻ നോക്കട്ടെ മോളെ. ഇത് ഭയങ്കര വില ഈ കപ്പക്ക് കേട്ടോ. ഞാൻ ഇങ്ങനെ അത് ഈ ആറന്മുളക്കണ്ണാടിയില്ലേ, ഗാന്ധിജിയാണോ തിരുവല്ല, ഇത് കണ്ടില്ല, ഈ ഇത് കണ്ടോ ഈ അശോകസ്തംഭം, ഭയങ്കര വിലയുള്ളതാണ്. ഞാനിങ്ങനെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ വലിയൊരു പെട്ടി വെച്ചിരിക്കുക. ആറന്മുളക്കണ്ണാടിയാണോ ഏതെന്ന് മറന്നുപോയി. അപ്പോൾ ഞാൻ ഇറങ്ങി മീറ്റിംഗ് ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ പതുക്കെ ഇറങ്ങി. ഒരു തിരുവല്ലപ്പുറം ഒരു 12,000 സ്ത്രീകളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇറങ്ങിയപ്പോൾ ഒരു മൈക്കിനകത്ത് സാർ ഒരു മിനിറ്റ് നിൽക്കണം, നിങ്ങളുടെ ഒരു മൊമെൻറ്റോ തരാനുണ്ടെന്നോ. ഞാൻ തിരിച്ച് കയറി ചെന്നു. അപ്പോൾ മേശപ്പുറത്ത് വലിയ പെട്ടിയിരിക്കുന്നുണ്ട്. അതാ ഞാൻ അതെടുത്തേണ്ടി തന്നു. ഞാനത് ഡ്രൈവർ ഒന്ന് മേടിച്ച് അങ്ങനെ കൊണ്ടുവന്നു. അത് ഏതാന്ന് ഞാൻ മറന്നുപോയി. ഇവിടെ വന്നപ്പോ ഏറ്റവും സൗഹൃദം അപ്പൂപ്പനും കൊച്ചുമോളും തമ്മിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണല്ലേ? ആണോ? പേര് പറഞ്ഞ ആരാധന അന്വേഷൺ. ഇങ്ങനെ അപ്പൂപ്പനായിട്ട് ഭയങ്കര കമ്പനിയാണോ? വഴക്കൊക്കെ പറയാറുണ്ട്, എന്നാലും കമ്പനിയാ. അപ്പൂപ്പനൊരു ചൂടാണോ? പുതിയ ചൂടായിട്ടൊക്കെ സംസാരിക്കുന്നതാണ് ചെലപ്പോ. അപ്പൂപ്പന് കൊറേ ഗിഫ്റ്റ് കിട്ടിയാണെന്നുണ്ട്. പാറുവിന് അപ്പൂപ്പൻ ഗിഫ്റ്റ് തരാറുണ്ടോ? മുട്ടായൊക്കെ വാങ്ങിച്ചു തരും, വേറെ ഒന്നുമില്ല. ക്രിസ്മസ് ആയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് തന്നോ? ഇല്ല. കേക്കെല്ലാം കൂടെ തന്നു. മറന്നോ? അപ്പൂപ്പായിക്ക് ഉടൻ തന്നെ കൊച്ചിന് തന്നു. അപ്പൂപ്പന് തന്ന ഗിഫ്റ്റ് പാറുവിന് തന്നല്ലേ? എല്ലാ ക്രിസ്മസിനും ഗിഫ്റ്റ് തരാറുണ്ടോ അപ്പൂപ്പന് ഇതുപോലെ? ഇപ്പൊ ഇതുപോലെ കേക്ക് തന്ന് പറ്റിക്കലാണോ? കേക്ക് ഒന്നും തന്നു പറ്റിക്കത്തില്ല, കുഞ്ഞു കളിപ്പാട്ടം പോലെയൊക്കെ എല്ലാം വാങ്ങിച്ചു തരും. എന്താണ് പി.സി. സാർ കേക്കൊക്കെ കൊടുത്ത് പറ്റിക്കുന്നത്? ആഘോഷം എന്ന് പറയുന്നത് കൊച്ചുമോൾക്കൊപ്പം തന്നെയാണ് ക്രിസ്മസ്. ഇവിടെ വന്നപ്പോഴും നമ്മൾ അങ്ങനെയായിരുന്നു. ആ ഒരു സമയത്ത് ഇവിടെ വന്ന് കയറുമ്പോഴൊക്കെ മകള് സ്കൂളിൽ നിന്ന് വന്ന് കയറിയ സമയത്തൊക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്തോ എനിക്കൊരു പ്രത്യേക 2 കൊച്ചുമക്കളെ, അവനും അതെ, അവനും ഈ അണക്കരെ. എനിക്ക് രണ്ടാമതൊരു മകനുണ്ട്, അത് ആർക്കും അറിയത്തില്ല. ഡോക്ടറാണ്, അവനെ ബിലീവിഷ് ഇപ്പൊ ഈ ഇവിടെ വരുന്നത് തന്നെ വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ കുടുംബത്തോടൊപ്പം ഇരിക്കുന്ന ഒരു സന്തോഷമുണ്ട്. എങ്കിലും ഇങ്ങോട്ട് വരുമ്പോഴും കൊച്ചുമകളെ കാണാൻ അവരുടെ കൂടെ ഇരിക്കുക, അതിപ്പോ ഒരു വലിയ സന്തോഷം തന്നെയായിരിക്കും അല്ലേ? അവരെ പഠിത്ത കാര്യങ്ങളൊക്കെ നോക്കുക. എന്നിട്ട് സന്തോഷമാണ് കുടുംബം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം പാറു ശ്രദ്ധിക്കും. വളരെ നോക്കുന്നു. ചാക്കോച്ചൻ അത്രയൊന്നും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതത്തെ കുറിച്ചും സന്തോഷകരമായ കയ്യിലെ കളക്ഷൻസിനെ കുറിച്ചുമാണ് ഇപ്പോ സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും ഒരിക്കൽ കൂടി ഒരു ക്രിസ്മസ് ആശംസിക്കുകയാണ്. എനിക്ക് മനസ്സിലായിട്ടുള്ളത് വരുമ്പോഴൊക്കെ സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട്. അത് ക്രിസ്മസിനാണെങ്കിൽ കേക്ക് ആയിട്ടായിട്ട് കിട്ടുന്നുണ്ട്. ഒരുപാട് കേക്കുകൾ ഇപ്പൊ തന്നെ വരുന്നത് കാണുന്നുണ്ട്. മധുരപ്രിയനല്ല, പക്ഷെ വരുന്ന കേക്കുകൾ നേരത്തെ ഒരു കേക്ക് വന്നത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെ, അതുപോലെയാണ് സമ്മാനങ്ങൾ വാങ്ങുന്നുണ്ട്, സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഹാപ്പി ക്രിസ്മസ്.